അങ്ങനെ ഞങ്ങൾ ഗോവയിലെത്തി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ റിസോർട്ടിൻ്റെ സ്ഥലം വേറെ സ്ഥലം. അപ്പോൾ ഞങ്ങൾ ട്രെയിൻ ഒന്നുകൂടി നീട്ടി ബുക്ക് ചെയ്തു അടുത്ത സ്ഥലത്തേക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രെയിനിൽ കയറി. അതിൽ പോയപ്പോൾ എൻ്റെ മോനെ കിടിലൻ ലുക്ക്. എൻ്റെ മോനെ ആ ലൈറ്റ് ആ പാലത്തിൻ്റെ ആ വെട്ടമൊക്കെ വന്നപ്പോൾ എൻ്റെ മോനെ പൊളി ലുക്ക്, ഒരു രക്ഷയില്ല. അത് കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോവാണ്. അപ്പോൾ ഒരു 1/2 കിലോമീറ്റർ നടക്കാനുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ അങ്ങനെ 1/2 കിലോമീറ്റർ വർത്താനൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത് അങ്ങനെ രാവിലെ ഒരു 6 മണിയൊക്കെ അത് കഴിഞ്ഞ് ഇറങ്ങി ഞങ്ങൾ ബസ്സിൽ കണ്ടു. ബസ്സിൽ കയറി ഒരു സൈഡിൽ നിന്നും ഒരു ഫീലുണ്ട് എൻ്റെ മോനെ ഒരു പറഞ്ഞറിയാമല്ല, അത്രയും ഒരു അടിപൊളി ഫീലായിരുന്നു. ഇവിടുത്തെ ബസ്സിൽ കയറി ഒരു പ്രത്യേകത തന്നെ 2025 നിന്ന് നേരെ 2000ലേക്ക് പോകും, ഒരു പഴയകാല രീതിയിലേക്കൊക്കെ പോകും. കാരണം ബസ് അത്രയ്ക്ക് ഒരു ഫീൽ. അത് ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ റിസോർട്ടിലെത്തി. നോക്ക് മക്കളെ നോക്ക്, ഇതാണ് ഞങ്ങളുടെ റിസോർട്ട്. മേളിലാണ് പൂള്, എൻ്റെ നേരത്തെ വീഡിയോ കണ്ട പൂള്. നോക്ക് അങ്ങോട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അകത്ത് കയറി എംസി ചെന്നിട്ട് ലൈസൻസ്, ആധാർ കാർഡ് ഇതെല്ലാം കൊടുത്ത് ഞങ്ങൾ റൂമൊന്ന് സെറ്റാക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ലിഫ്റ്റ് വഴി കയറി മേളിൽ ചെന്ന് കഴിഞ്ഞിട്ട് റൂമിൽ ചെന്ന് കിടന്ന് സെറ്റായി. അത് കഴിഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ലിഫ്റ്റ് ചെയ്ത്. അപ്പോൾ 4ാം നിലയിൽ നിന്ന് ഞങ്ങൾ നേരെ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ 4 സ്കൂട്ടർ റെൻ്റ് എടുത്ത പസീനാണ് എടുത്തത്. കൂട്ടാൻ്റെ ഒപ്പം ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മസാല ദോശയാണ് പറഞ്ഞത്. മസാല ദോശ അത്യാവശ്യം ആവറേജ് കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂരിങ്ങടി മേടിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു സെറ്റ് ഒരു ചായ വെച്ചു, ചുക്ക് തേയില അങ്ങനെ ഒരു കിടിലൻ ചായ. എൻ്റെ മോനെ ആ ഒരു ഫീലുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ബാക്കി നാളെ.